ഇതിനപ്പുറം വോട്ട് ജിഹാദ് പരാമർശമുണ്ട്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് വന്നാൽ എന്ന് തുടങ്ങി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ച വിവാദ പരാമർശങ്ങളുണ്ട്. എല്ലാം കൂടി പ്ലേ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകളും പ്രചാരണങ്ങളും പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? താങ്കള് പ്രധാനമന്ത്രിയുടെ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തും നടത്തുന്ന പ്രസംഗങ്ങൾ താങ്കൾ കേൾക്കുന്നില്ല. ആരാണ് ഈ സാംപിത്രോദ? സാംപിത്രോദ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്. അദ്ദേഹമാണ് പറയുന്നത് ഈ കേരളമടക്കമുള്ള ഈ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ്. പൈതൃകം, ഭാരതത്തിന്റെ പൈതൃകം വിദേശ രാജ്യങ്ങൾക്ക് സമ്മാനിച്ച, ഭാരതത്തിന്റെ ഐഡന്റിറ്റിയെ ഇല്ലായ്മ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്, കോൺഗ്രസ് അതിനെ തള്ളിക്കളഞ്ഞു, പക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഭാരതം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് ഞാനടക്കമുള്ള ചരിത്ര വിദ്യാർത്ഥികൾ കോൺഗ്രസിന്റെ 65 വർഷത്തെ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ചരിത്രം ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആര്യന്മാർ മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് വന്നു, ദ്രാവിഡന്മാർ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്ന് വന്നു. അപ്പോൾ ഭാരതമോ അത് കുരങ്ങന്മാർക്ക് ഇവിടെ ചാടിക്കളിച്ചിറന്ന ഒരു കാട്ടുപ്രദേശമായിരുന്നു, മനുഷ്യന്മാരെ തിന്നുന്ന നരഭോജികളുടെ നാടായിരുന്നു എന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ചരിത്രമാണ് 65 വർഷമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു വന്നത് ഭാരതത്തിന്റെ ഐഡന്റിറ്റിയെ തകർക്കുന്ന പ്രസ്താവനയാണ് കോൺഗ്രസിന്. കാരണം കോൺഗ്രസിന് ഐഡന്റിറ്റിയോട് യാതൊരു താല്പര്യവുമില്ല. നമ്പർ 1. നമ്പർ 2, അർബൻ നെക്സൽസ്. ഈ അർബൻ നെക്സൽസ് പറയുന്ന റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എന്താണ് ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്? പാവപ്പെട്ടവന് കൊടുക്കാൻ, ഉള്ളവന്റെ നിന്ന് പിടിച്ച് പാവപ്പെട്ടവന് കൊടുക്കാൻ എന്ന് പറയുന്നത് പോലും ജനാധിപത്യ പ്രക്രിയയിൽ നിലനിൽക്കുന്നതല്ല. അതൊന്നും എനിക്കറിയാൻ മേല. എന്നാൽ അതേ സമയത്ത് അതിനെ മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റുമായി കണക്ട് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും, എല്ലാ കടമയും, എല്ലാ അവകാശവും, എല്ലാ ജനാധിപത്യ അവകാശവും പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്കോ ഉണ്ട്. ഞങ്ങളത് പറഞ്ഞു, അതിലെന്താ തെറ്റ്? ഇപ്പൊ വേറൊരു വിഷയമുണ്ട്. തെരഞ്ഞെടുപ്പ് വരെ അംബാനിയെ കുറിച്ച് പറഞ്ഞു, അദാനിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ചർച്ചകളിൽ വന്നിരിക്കുമ്പോ എന്താ ബഹളം? അദാനി അദാനി അദാനി. ഇപ്പൊ അദാനിയെ കേൾക്കാനില്ല. കർണാടകയിലെ മുഖ്യമന്ത്രി പറയുന്നു റിസർവേഷൻ മുഴുവൻ മുസ്ലിങ്ങൾക്കും കൊടുക്കും. എല്ലാ മുസ്ലിങ്ങൾക്കും റിസർവേഷൻ കൊടുക്കാൻ ആര് പറഞ്ഞു? അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? അപ്പൊ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വോട്ട് ജിഹാദ് ഉണ്ട്. ഈ വോട്ട് ജിഹാദ് ആര് പറഞ്ഞതാ? BJP പറഞ്ഞതല്ലോ. ആ ഒരു കോൺഗ്രസ് SP ബന്ധത്തിൽ ഉള്ള പ്രചരണ യോഗത്തിലല്ലേ വോട്ട് ജിഹാദ് വന്നത്? ഇന്ത്യ മുഴുവനും നരേന്ദ്രമോദി സംസാരിച്ചത് വികസനം മാത്രമാണ്. എന്നാൽ ഇന്ത്യ മുഴുവനും പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന CPM സംസാരിച്ചത് വികസനമാണോ? അല്ല. CAA, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഏത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ എവിടെങ്കിലും വികസനം പറഞ്ഞോ? അപ്പൊ ഒന്നാം ഘട്ടത്തിൽ വികസനം പറഞ്ഞ നരേന്ദ്രമോദി മുന്നോട്ട് പോയപ്പോൾ ആ നരേന്ദ്രമോദിക്കെതിരെ മുസ്ലിം സംവരണവും മുസ്ലിം രണ്ടാംകിട പൗരന്മാരാണെന്നും ഭാരതത്തെ വർഗീയവൽക്കരിക്കുകയാണെന്നും ഭാരതത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണെന്നും പറഞ്ഞ് BJP ആക്രമിച്ചു. കോൺഫിഡൻസ് കുറഞ്ഞപ്പോഴാണോ ഈ വികസനവും മറ്റുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ വോട്ട് കിട്ടില്ല, ഇങ്ങനെ ഒരു കുത്തിയിളക്കൽ നടത്തി കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും എന്ന ധാരണ വിലയിരുത്തൽ ഉണ്ടായതുകൊണ്ടാണോ? അതാണ് ചോദ്യം. അല്ല, നിങ്ങളോട് എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. 2019 ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആക്കി പ്രഖ്യാപിച്ചവരാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിലെ മനോരമ പത്രവും മനോരമ ചാനലും കണ്ടാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട അവതാരക, ഞാൻ ഇപ്പോഴും പറയുന്നില്ല, നിങ്ങളുടെ ഇവിടുത്തെ ഡൽഹിയിലൊക്കെ പോയ അവതാരകന്മാരുടെ പ്രസ്താവനകളും അവരുടെ പ്രചരണങ്ങളും ഒക്കെ നിങ്ങൾ കാണിച്ചത് രാഹുൽ ഗാന്ധി ഇതാ വന്നു കഴിഞ്ഞു എന്നാണല്ലോ. ഇന്നത്തെ മനോരമയില് വെണ്ടക്കയിലാണല്ലോ നിങ്ങൾ നിരത്തിയിരിക്കുന്നത്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദാ കേറി ഇവിടെ ഇന്ത്യ സഖ്യം ദാ പുല്ലുപോലെ BJP തകർത്തുള്ളി കയറുന്നല്ലേ.
അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മനോരമയും അതുപോലത്തെ താങ്കളെ പോലുള്ള അവതാരകന്മാരും BJP-യെ തകർക്കാൻ ഇന്ത്യ സഖ്യം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ വലിയ ആനമുട്ടയായി. താങ്കൾക്ക് ഏത് രൂപത്തിലും വ്യാഖ്യാനിക്കാം, വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് എവിടെയാണ് സമ്പത്ത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞത്? പ്രഥമ പരിഗണന മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി വിശദീകരിച്ച കോണ്ടക്സിലായിരുന്നു. ആ അസത്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ പ്രധാനമന്ത്രി പറയുന്ന പ്രചാരണത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതല്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇന്നലെ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ പ്രസംഗിച്ചത് താങ്കൾ കൂടെ ഒന്ന് ഓർക്കണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഈ തിയറിയുടെ ഒരു അങ്ങേയറ്റമാണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് ബാബരി താഴിടും എന്ന്. താങ്കളുടെ ആദ്യത്തെ ഉത്തരം തെറ്റാണ്. മാധ്യമ പ്രവർത്തകർക്ക് എന്തും വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്, എന്തും പറയാനുള്ള അവകാശമുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും അവരുടേതായ രീതിയിൽ അവർക്ക് വ്യാഖ്യാനിച്ചു പറയാം എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനും സമൂഹത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനും സമൂഹത്തിൽ മറ്റു പല ലക്ഷണങ്ങൾ സൃഷ്ടിക്കാനും ഇല്ലാത്തതിനെ ഉണ്ട് എന്നും ഉണ്ടതിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് ശരിയല്ല. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അത് ശരിയല്ല എന്നാണ് താങ്കളുടെ 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 2019 മനോരമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മനോരമയിൽ മോദി ഇല്ല, 2019 BJP ഇല്ല. ശരി, ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി 1-ാം ഘട്ടത്തിൽ വികസനം പറഞ്ഞപ്പോ പ്രധാനമന്ത്രിക്കെതിരായിട്ട് മുസ്ലിം മൈനോറിറ്റിയെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 2-ാം ഘട്ട പൗരന്മാരാന്ന് പറഞ്ഞ് മുസ്ലിം വിദ്വേഷം സമൂഹത്തിൽ നിറയ്ക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സ്വാഭാവികമായും 2-ാം ഘട്ടത്തിൽ BJP അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നിൽ വെച്ചു. BJP മിണ്ടാൻ പാടില്ല, മോദി മിണ്ടാൻ പാടില്ല, ബാക്കി ആൾക്കാർക്ക് എന്തും പറയാം. ഞാൻ നിങ്ങളോട് അസോസിയേഷൻ ഓഫ് സുന്നി മുസ്ലിംസ് എന്റെ കയ്യിൽ കർണാടകയിൽ ഇറക്കിയിട്ടുള്ള ലഘുലേഖയാണ്. ഈ ലഘുലേഖയില് സുന്നി മുസ്ലിംസിന്റെ ലഘുലേഖയില് കർണാടകയിലെ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ്, ആ ഉറപ്പ് കഴിഞ്ഞ ചർച്ചയിലും ഞാൻ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇവിടെ ഈ മനോരമ ചാനലിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഉയർത്തി കാണിക്കാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. വോട്ട് ജിഹാദിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. വോട്ട് ജിഹാദിന്റെ കാര്യം കൊണ്ടുവന്നത് ഞങ്ങളല്ല, താങ്കളാണല്ലോ പറഞ്ഞത്. വോട്ട് ജിഹാദിന്റെ കാര്യം ഈ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത് ഞങ്ങളല്ല, നമ്മളെയാണല്ലോ മച്ചമ്പി. ഈ കോൺഗ്രസുമായി കൊണ്ടുവന്നത് അത് കോൺഗ്രസ് ആണ്. ഞാൻ പറഞ്ഞു ആരുടെ മുമ്പിലാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ. UP-യിലെ ഏത് യോഗത്തിലാണ് ഇതൊക്കെ വെണ്ടക്കാക്ഷരത്തിൽ ഈ നാട്ടിലെ എല്ലാ പത്രങ്ങളിലും വന്നാണ്. അതുകൊണ്ട് 1-ാം ഘട്ടത്തിൽ വികസനം പറഞ്ഞപ്പോ ഇവർ വർഗീയത പറഞ്ഞു, ഇവര് സ്നേഹക്കടയും വെച്ച് വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിച്ചു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ.